Welcome to Account Academy. My dear students and friends, today I would like to discuss the meaning of accounting and the rules of accounting. What is accounting? Let us see accounting. Accounting is a system of recording business transactions for the purpose of submitting the final report of the business after classifying and summarizing the transactions. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ആദ്യമായിട്ട് അക്കൗണ്ടിങ് രൂപപ്പെട്ടു വന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. രണ്ടാമത് വന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. മൂന്നാമത് വന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡെവലപ്പിംഗ് സബ്ജക്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏർലിയസ്റ്റ് ഫോം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിനുശേഷം ഡെവലപ്പ് ചെയ്ത് കോസ്റ്റ് അക്കൗണ്ടിങ് വന്നു, വീണ്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വന്നു, ഇപ്പോഴും ടാക്സ് അക്കൗണ്ടിങ് ഉണ്ട്. വേറെ ഇങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടിങ് നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. എങ്കിലും ആദ്യം ഫസ്റ്റ് ഫോം നമുക്ക് പഠിക്കാവുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തന്നെയാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിസൾട്ട്, വെദർ ഇറ്റ് ഈസ് മേക്കിംഗ് പ്രോഫിറ്റ് ഓർ സസ്റ്റെയിനിങ് ലോസ്, ഇതറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ നമ്മൾ ഒരു പേര് കൊടുക്കുന്നുണ്ട്, സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് പറയും. സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ്. സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് വിളിക്കാൻ കാരണം ഇതിൽ ബിസിനസ്സിൽ വാട്ട് ടേക്സ് പ്ലേസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് സംഭവിക്കുന്നു അത് വ്യക്തമായി റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. അതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ്. സ്റ്റുവാർഡിൻ്റെ മീനിങ് കാര്യസ്ഥൻ. അതുകൊണ്ടാണ് അതിനെ സ്റ്റുവാർഡ്ഷിപ്പ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ വിളിക്കുന്നത് കൺട്രോൾ അക്കൗണ്ടിങ് എന്നാണ്. കൺട്രോൾ അക്കൗണ്ടിങ് കാരണം ഇത് രൂപപ്പെട്ടത് ടു കൺട്രോൾ ദ കോസ്റ്റ്, ടു എക്സസൈസ് കൺട്രോൾ ഓവർ കോസ്റ്റ്, അതിന് വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇത് അതിനുശേഷം രൂപപ്പെട്ട ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡിസിഷൻ അക്കൗണ്ടിങ് എന്നാണ്. ഡിസിഷൻ അക്കൗണ്ടിങ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ആസ് ഫാർ ആസ് മാനേജ്മെൻറ്റ് ഇസ് കൺസേൺഡ്, ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിന് വേരിയസ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ് വിൽ ഹാവ് ടു ബി ടേക്കൺ. ഒരുപാട് തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടാവും. ആ ഡിസിഷൻസ് കൊടുക്കുന്നതിന് ഏതാണോ ആവശ്യമായ ഇൻഫർമേഷൻ അത് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്, നൽകുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് ഇങ്ങനെ 3 തരത്തിൽ ഇനിയുണ്ട്. ടാക്സ് അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചസ് എന്ന് പറയാൻ പറ്റുന്ന അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് ഇതാണ്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ അക്കൗണ്ടിങ് റൂൾസ് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് റൂൾസിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ പഠിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കണം. കാരണം അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ സോ മെനി കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. പല കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ഉണ്ട് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന കോൺസെപ്റ്റിനെ നമ്മൾ ആ കോൺസെപ്റ്റിൽ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. പല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു.
റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ്സ്. അപ്പോൾ അതിൽ ഞാൻ ഇവിടെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു, നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഉദ്ദേശിക്കുക? ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ഉണ്ടാകുന്ന ഇടപാടുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുക. വാങ്ങലുണ്ട്, വിൽക്കലുണ്ട്, സാലറി കൊടുക്കലുണ്ട്, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ട്രാൻസാക്ഷനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ് ട്രാൻസാക്ഷന് അതിൻ്റേതായ ഒരു 2 ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ 2 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതിന് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ബിസിനസ് ട്രാൻസാക്ഷന്, ഫിനാൻഷ്യൽ ക്യാരക്ടർ. 2, അത് മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. അങ്ങനെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുക? നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരിക. റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമുക്ക് റൂൾസ് അപ്ലൈ ചെയ്യണം. റൂൾസ് അപ്ലൈ ചെയ്തതിന് വേണ്ടിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. ആ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് 2 എഫക്ട്സ്. Every transaction will have 2 effects. One will be debit, one will be debit, other will be credit. ഇതാണ് ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റൊന്ന് ക്രെഡിറ്റ് ആയിരിക്കും. ഡെബിറ്റ് ദ ടേം ഡെബിറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡെബിറ്റം, ഡിബേർ എന്ന് പറയുന്ന പദങ്ങളിൽ വന്നതാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 2O എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന 2 ടേംസാണ് നമുക്ക് എന്ത് ചെയ്യുക? അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരിക. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് റൂൾസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡെബിറ്റും ക്രെഡിറ്റും ഡബിൾ ആസ്പെക്റ്റ്, 2 ആസ്പെക്ട്സ് ഉണ്ടാവും. ഒരു ട്രാൻസാക്ഷൻ 2 ആസ്പെക്റ്റാണുള്ളത്. ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ മറ്റൊരു ആസ്പെക്റ്റ് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആ റൂൾസ് പഠിച്ചിട്ട് അതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞു റൂൾസ് പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് റൂൾസ് പഠിക്കേണ്ടത്, നമുക്ക് എന്തിനു വേണ്ടിയാണ് റൂൾസ് ഉണ്ടാക്കുക? അക്കൗണ്ടിങ്ങിൽ നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്യുന്നത് അക്കൗണ്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് വിവിധ തരങ്ങളായിട്ടുള്ള നമ്മൾ അക്കൗണ്ടുകളെ വിവിധങ്ങളായിട്ട് തിരിക്കും. അപ്പോൾ അക്കൗണ്ടുകൾക്ക് വേണ്ടി നമ്മൾ റൂൾ ഉണ്ടാകുന്നു. അപ്പോൾ അക്കൗണ്ടുകൾ പലതരത്തിലാണുള്ളത്. ഒന്ന്, ആദ്യത്തെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട്. രണ്ടാമത്തത് ഇംപേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ട് 2 തരം, പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് പറയാം പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്നുള്ളത്. കാരണം വ്യക്തികളെ സംബന്ധിക്കുന്ന, നാച്ചുറൽ പേഴ്സൺസിനെ സംബന്ധിക്കുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുക. ഇംപേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളല്ലാത്ത. അതിന് നമ്മൾ വീണ്ടും 2 ആയിട്ട് തിരിക്കും. റിയൽ, നോമിനൽ. ഈ അക്കൗണ്ട് നമ്മൾ പറയുമ്പോഴത്തെ അക്കൗണ്ടിനെ കുറിച്ച് എന്താ, വാട്ട് ഈസ് അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസിഫൈഡ് സമ്മറി ഓഫ് ട്രാൻസാക്ഷൻസ് held during a particular period relating to a particular item. That means that may be capital, that may be expenditure, that may be income, asset or liability. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറി ആയിരിക്കും ഈ അക്കൗണ്ടുകളിൽ കാണുക. അപ്പം ഈ അക്കൗണ്ടുകളെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? ഇപ്പോൾ പറഞ്ഞ കണക്ക് 3 ആയിട്ട് തിരിക്കാം. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഈ പേഴ്സണൽ അക്കൗണ്ട് തന്നെ നമുക്ക് 3 ആയിട്ട് തിരിക്കാവുന്നതാണ്. പക്ഷേ റൂൾ ഒന്നേ ഉള്ളൂ പേഴ്സണൽ അക്കൗണ്ടിന്. പേഴ്സണൽ അക്കൗണ്ട് 1 നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്, 2 ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്, 3 റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഈ 3ഉം ഒരേ റൂളേ ഉള്ളൂ. ആ റൂൾ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദ റിസീവർ. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ആസ്പെക്ട്സ് ഉണ്ട്.
അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയാം. ഉദാഹരണത്തിന് പറയാം, നമ്മൾ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കടമാണ് സാധനം വാങ്ങുന്നതെങ്കിൽ വിചാരിക്കുക, ഒരു എക്സാമ്പിൾ, കടമായിട്ട് നമ്മളൊരു സാധനം വാങ്ങുകയാണ്, നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണ്, കടമായിട്ട് നമ്മൾ സാധനം വാങ്ങുകയാണ്, ഒരു അസറ്റ് നമ്മൾ വാങ്ങുന്നു, ഒരു മെഷീനറി നമ്മൾ വാങ്ങുകയാണ്. അപ്പോൾ മെഷീനറി നമ്മുടെ കയ്യിലേക്ക് വരുന്നു, നമ്മളെന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. പകരം നമ്മൾ ഒരു എ എന്ന് പറഞ്ഞ കമ്പനി എടുക്കുന്ന വാങ്ങുകയാണ്. ആ സമയത്ത് നമുക്ക് വരുന്നു, എന്താ വരുന്നത്? മെഷീനറി വരുമ്പോൾ നമുക്ക് മെഷീനറി അവിടെ തരുന്നയാളാരാണ്? മെഷീനറിയുടെ കാര്യം നമ്മൾ വന്നിട്ടില്ല, ഇവിടെ റിയൽ അക്കൗണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തരുന്നവരാണ്, ഗിവർ ആരാണ്? നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എയെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യണം. നമ്മളെ തന്നെ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ സാധിക്കില്ല, പകരം നമ്മൾ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് അടുത്ത പറയാം. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഈ കേസിൽ നമ്മൾ കടം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തിൽ മെഷീനറി നമ്മൾ വാങ്ങി, പക്ഷേ നമ്മൾ കടക്കാരനാണ്. ആർക്ക്? എ എന്ന് പറഞ്ഞ വ്യക്തിയോട് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ കമ്പനിയോട് നമ്മൾ വി ആർ ഇൻഡപ്റ്റഡ് ടു എ. അതുകൊണ്ട് എ നമ്മൾ എന്ത് ചെയ്യണം? ഗിവറാണ്. ഗിവറായതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറയാം. അതുപോലെ റിയൽ അക്കൗണ്ട് നമുക്ക് വീണ്ടും വിശദമായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ, അതിൻ്റെ എഫക്ട്സ് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ അക്കൗണ്ട് മീൻസ് ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് റിലേറ്റിംഗ് ടു റിയൽ ഐറ്റംസ്, അസറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറയുമ്പം ഗുഡ്സ്, മെഷീനറി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെഷീനറിയൊക്കെ ഇതിനകത്ത് വരുന്നു, നമുക്ക് ഈ റിയൽ ഐറ്റംസിൽ പെടുന്നതാണ്. ഈ റിയൽ ഐറ്റംസിൽ നമുക്ക് അതിൻ്റെ ഡെബിറ്റ് എന്ത് ചെയ്യണം? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, മെഷീനറി വാങ്ങുന്നു പറഞ്ഞാൽ നമുക്ക് വാട്ട് കംസ് ഇൻ, മെഷീനറി നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ആ ഒരു ഐറ്റം പറഞ്ഞാൽ നമുക്ക് മെഷീനറിയെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. എന്തിനെ ക്രെഡിറ്റ് ചെയ്യാം? എയെ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം. അത് കംപ്ലീറ്റ് ആവും. റിയൽ ഐറ്റമാണ് മെഷീനറി എന്ന് പറയുമ്പോൾ. അതാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇനി നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് ദാറ്റ് ഈസ് നോമിനൽ ഐറ്റംസ് ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു എക്സ്പെൻസസ് ആർ ഇൻകംസ്. അതുകൊണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് all incomes and gains. ഈ 3 റൂൾസാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഏത് സമയത്തും എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക. റൂൾസ് നമുക്ക് അക്കൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അക്കൗണ്ടിങ് എന്താണെന്നറിയാം. നമുക്കൊരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടു മേക്ക് ഔട്ട് ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. അത് റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് 3 റൂൾസ് അപ്ലൈ ചെയ്യണം. 3 റൂൾസ് ഏതാണ്? അതിന് നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് 3 തരം ഉണ്ടെങ്കിലും എല്ലാത്തിനും കൂടെ ഉപയോഗിക്കുന്ന റൂള് ഒന്ന് തന്നെയാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള എഫക്ട്സും ഇതിൻ്റെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പഠിപ്പിക്കുന്നതാണ്. ലെഡ്ജർ അക്കൗണ്ട്സൊക്കെ നമുക്ക് എടുക്കാം. ഓരോ കാര്യങ്ങളും, ട്രയൽ ബാലൻസ്, ഇതെല്ലാം നമുക്ക് വ്യക്തമായി ഈസി ആയിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.